2-3 വർഷം മുൻപ് ഞാൻ ശരിക്കും കയ്യിലൊന്നുമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ പോലും അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോ എന്ന് പേടിച്ചു നോക്കുന്ന ആ ഒരു ലെവൽ. കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു പ്രാർത്ഥനയായിരിക്കും, ദൈവമേ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവല്ലേ എന്ന്. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ? എനിക്ക് അന്ന് വരുമാനമുണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു ശമ്പളം. പക്ഷെ ബാക്കിയൊന്നുമില്ല. സമ്പാദ്യമില്ല, എമർജൻസി ടൈം എടുക്കാൻ ഒരു ബാക്കപ്പ് ഇല്ല, സമാധാനവുമില്ല. എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും മാസാവസാനം അക്കൗണ്ട് നോക്കിയാൽ പഴയപടി തന്നെ. ഞാൻ മാറിയത് ഏതെങ്കിലും വലിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടോ ബജറ്റ് ഷീറ്റ് കൊണ്ടോ ഒന്നുമല്ല. കുറേ വട്ടം ട്രൈ ചെയ്തു, പക്ഷെ അതൊന്നും വർക്കായില്ല. എന്നെ ശരിക്കും മാറ്റിയത് 10 ശീലങ്ങളാണ്. വെറും ബോറിംഗ് ശീലങ്ങൾ. ഇൻസ്റ്റഗ്രാമിൽ ആരും പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത അത്രയും ലളിതമായ കാര്യങ്ങൾ. ഞാൻ ദാസ്. എനിക്ക് 27 വയസ്സ്. കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി. പുറമേ നിന്ന് നോക്കിയാൽ നല്ല ശമ്പളം, നല്ല ലൈഫ്, എല്ലാം സെറ്റാണ്. പക്ഷെ സത്യം അതല്ലായിരുന്നു. എന്റെ കപ്പാസിറ്റിക്കും അപ്പുറമുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഞാൻ നയിച്ചിരുന്നത്. എനിക്ക് ഫിനാൻസ് നോളജ് ഇല്ലാഞ്ഞിട്ടല്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 50-30-20 റൂളുമൊക്കെ എനിക്കറിയാം. പക്ഷേ ഓരോ ഫ്രൈഡേ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടാൻ എനിക്ക് 100 കാരണങ്ങളുണ്ടായിരുന്നു. ഞാൻ മാറിയത് വലിയ മോട്ടിവേഷൻ കിട്ടിയിട്ടൊന്നുമല്ല, സത്യം പറഞ്ഞാൽ മടുത്തിട്ടാണ്. ബാങ്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വയറ്റിലുണ്ടാകുന്ന ആ ഒരു ആകപ്പാടെയുള്ള പേടി, അതിന് ഞാൻ അത്രയ്ക്ക് വെറുത്തു. ഞാനൊരു ചെറിയ റൂൾ ഫോളോ ചെയ്തു. ഹാബിറ്റ് 1, 72 അവർ റൂൾ. ഒന്നും കണ്ടുടനെ വാങ്ങില്ല. ആമസോണിലോ കടയിലോ കണ്ട ഏതെങ്കിലും ഗാഡ്ജറ്റോ ഡ്രസ്സോ എന്തുമാകട്ടെ, അത് ബക്കറ്റ് ലിസ്റ്റിലിടും. എന്നിട്ട് 72 മണിക്കൂർ വെയിറ്റ് ചെയ്യും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 70% സമയത്തും ഞാനത് പിന്നെ മറന്നുപോകും. കാരണമെന്താണെന്ന് വെച്ചാൽ, ആ സാധനം വാങ്ങുന്നതിലല്ല, അത് വേണമെന്ന് ആഗ്രഹിക്കുന്നതിലാണ് നമുക്ക് ഡോപ്പമിൻ കിട്ടുന്നത്. 3 ദിവസത്തിന് ശേഷവും അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് വാങ്ങും. ഹാബിറ്റ് 2, മാർക്കറ്റിംഗ് ഡീടോക്സ്. ഒരു ഞായറാഴ്ച ഞാൻ 2 മണിക്കൂർ ഇരുന്ന് എന്റെ മെയിൽ ബോക്സ് ക്ലീൻ ചെയ്തു. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ആപ്പുകളിൽ നിന്നുള്ള എല്ലാ ഓഫർ മെയിലുകളും അൺസബ്സ്ക്രൈബ് ചെയ്തു. നമ്മൾ നോക്കുന്നില്ല എന്ന് വിചാരിച്ചാലും സെയിൽ, ഓഫർ എൻഡ്സ് ടുനൈറ്റ് എന്നൊക്കെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് മാറും. ആവശ്യമില്ലാത്ത സാധനം അത്യാവശ്യമാണെന്ന് തോന്നിപ്പിക്കാൻ മാർക്കറ്റിംഗിന് നല്ല കഴിവുണ്ട്. ഹാബിറ്റ് 3, സ്മോൾ സ്പെൻസ്. ഇവിടെ നമ്മൾ 150 രൂപയുടെ കോഫി കുടിക്കുന്നവർ കുറവായിരിക്കും. പക്ഷേ ദിവസവും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു 20 രൂപയുടെ ചായ, കൂടെ ഒരു വട, അല്ലെങ്കിൽ ആ ഒരു സിഗരറ്റ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വെറും 20 രൂപയല്ലേ എന്ന്. പക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന ഈ ചെറിയ ചിലവുകൾ കൂട്ടിനോക്കിയാൽ മാസാവസാനം അതൊരു വലിയ തുകയാകും. അനാവശ്യമായ ഇത്തരം ചെറിയ ചോർച്ചകൾ ഞാൻ അടച്ചു. ഹാബിറ്റ് 4, നെവർ ഷോപ്പ് ഹംഗ്രി. വിശന്നിരിക്കുമ്പോൾ ഷോപ്പിങ്ങിന് പോകരുത്. അപ്പോൾ നമ്മുടെ തലച്ചോറ് എന്തിനെ കണ്ടാലും വാങ്ങിക്കോ എന്ന് പറയുന്ന മോഡിലായിരിക്കും. ഒരു ലിസ്റ്റ് കയ്യിൽ വയ്ക്കുക. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച ശേഷം മാത്രം കടയിൽ പോവുക. കൺട്രോൾ താനേ വരും. ഹാബിറ്റ് 5, സബ്സ്ക്രിപ്ഷൻ ഓഡിറ്റ്. 6 മാസത്തിലൊരിക്കൽ 20 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കും. നെറ്റ്ഫ്ലിക്സ്, അനാവശ്യമായ ആപ്പുകൾ, ഓർമ്മ പോലുമില്ലാത്ത സബ്സ്ക്രിപ്ഷൻസ്, ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം ചോർത്തുന്നുണ്ടാകും. അത് ചെക്ക് ചെയ്ത് വേണ്ടാത്തത് ഒഴിവാക്കുക. ഹാബിറ്റ് 6, നെറ്റ് വർത്ത് ട്രാക്കിംഗ്. ബജറ്റ് എഴുതി വയ്ക്കാൻ നോക്കിയപ്പോൾ എനിക്ക് മടുത്തു. പകരം ഞാനൊരു നമ്പറിലേക്ക് ശ്രദ്ധ മാറ്റി. നെറ്റ് വർത്ത്. എന്റെ കയ്യിലുള്ള ആകെ പണം, അതിൽ നിന്ന് എനിക്കുള്ള കടങ്ങൾ കുറച്ചാൽ കിട്ടുന്ന തുക. ഓരോ മാസവും ഇത് കൂടുന്നുണ്ടോ എന്ന് മാത്രം നോക്കി. ഹാബിറ്റ് 7, പേ യുവർസെൽഫ് ഫസ്റ്റ്. ശമ്പളം കിട്ടിയാൽ ആദ്യം തന്നെ ഒരു ചെറിയ തുക മാറ്റിവെക്കും. ഒരു 1000 രൂപയോ 2000 രൂപയോ ആകട്ടെ. ഇത് ഓട്ടോമാറ്റിക്കായി നടക്കണം. നമ്മൾ സ്വയം എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. ഹാബിറ്റ് 8, ഐ കാൻറ്റ് അഫോർഡ് ദാറ്റ്. ഇപ്പോൾ എന്റെ കയ്യിൽ ഇതിനുള്ള പണമില്ല എന്ന് പച്ചയ്ക്ക് പറയാൻ ഞാൻ പഠിച്ചു. ആരോടും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് തുറന്നു പറയുന്നത് വലിയൊരു സമാധാനമാണ്. ഹാബിറ്റ് 9, സ്റ്റോപ്പ് അപ്ഗ്രേഡിംഗ്. ഇന്നത്തെ ഏറ്റവും വലിയ ട്രാപ്പ് ഇതാണ്. കയ്യിലുള്ള ഫോൺ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ? എങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. വണ്ടി ഓടുന്നുണ്ടോ? എങ്കിൽ പുതിയതൊന്നിനെക്കുറിച്ച് ആലോചിക്കേണ്ട. പുതിയത് വാങ്ങണം എന്നത് പലപ്പോഴും ഒരു തോന്നൽ മാത്രമാണ്, ശരിക്കുമുള്ള ആവശ്യമല്ല. ഹാബിറ്റ് 10, സ്റ്റോപ്പ് റീപ്ലേസിംഗ് ലൈഫ് വിത്ത് സ്പെൻഡിംഗ്. ഞാനൊരു വലിയ കാര്യം മനസ്സിലാക്കി. ഞാൻ ജീവിക്കുകയല്ല, മറിച്ച് വാങ്ങുകയായിരുന്നു. വീക്കെൻഡ് ബോറടിക്കുമ്പോൾ പണം ചെലവാക്കും. വൈകുന്നേരം മടുക്കുമ്പോൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കും. ഇപ്പോൾ ഞാൻ പണം ചിലവാക്കാതെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടെത്തി. നല്ല മനുഷ്യരുമായുള്ള സമയം, പ്രകൃതി, ഇതൊക്കെ സത്യത്തിൽ ഫ്രീയാണ്. 1 വർഷത്തിനു ശേഷം ഞാൻ ബാങ്ക് ആപ്പ് ഓപ്പൺ ചെയ്തു. ആദ്യമായി എനിക്ക് പേടി തോന്നിയില്ല, സമാധാനം, ഒരു സേഫ്റ്റി ഫീലിംഗ്. ഈ ഒരു ഫീലിംഗ് ഞാൻ പണം കൊടുത്തു വാങ്ങിയ ഒരു സാധനവും എനിക്ക് തന്നിട്ടില്ല. ഈ വീഡിയോ നിങ്ങളുമായി റിലേറ്റ് ആകുന്നുണ്ടെങ്കിൽ കമന്റിൽ കോമ്പൗണ്ടിംഗ് എന്ന് ടൈപ്പ് ചെയ്യൂ. ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആയി കാണണ്ട. നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, ഇന്ന് തന്നെ തുടങ്ങൂ. കാരണം സമ്പത്ത് വലിയ ബഹളങ്ങളോടെയല്ല വരുന്നത്,
അത് വളരെ നിശബ്ദമായി ചെറിയ ശീലങ്ങളിലൂടെയാണ് ബിൽഡ് ചെയ്യപ്പെടുന്നത്.